തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ഭൂരിപക്ഷ സമുദായ വോട്ടുകളും കാരണമായെന്ന വിലയിരുത്തലിൽ കൂടുതൽ കൈവിട്ട കളിക്ക് CPM. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ പരമാവധി ഇടതുമുന്നണിക്ക് അനുകൂലമാക്കാൻ CPM നേതൃത്വം നീക്കം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. NSS, SNDP സംഘടനകളെ ഒപ്പം നിർത്തുക എന്നതാണ് ഇതിൽ പരമപ്രധാനം. BJPയുടെ കടന്നുവരവ് ചൂണ്ടിക്കാട്ടി അതുവഴി മതന്യൂനപക്ഷങ്ങളുടെ സഹായവുമാണ് CPM ലക്ഷ്യമിടുന്നത്. ഈ മാസം പകുതിയോടെ തുടങ്ങുന്ന പാർട്ടിയുടെ ഗൃഹസമ്പർക്ക പരിപാടിക്ക് മുന്നോടിയായി ജാതിമത സംഘടനകളുടെ നേതാക്കളെ കാണും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ലോക അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റിയത് CPM-നുള്ളിൽ വലിയ വിമർശനത്തിന് കാരണമായി. എന്നാൽ CPI ആണ് വിഷയത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തുന്നതാണ് ഇടതുമുന്നണിക്ക് നല്ലതെന്ന പരാമർശം വരെ CPI നേതൃയോഗങ്ങളിലുണ്ടായി. വെള്ളാപ്പള്ളിയെ ഒരിക്കലും തന്റെ കാറിൽ കയറ്റില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും പിണറായി വിജയനോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ഇതുവരെയും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ മുതിർന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ കൂടെ കൂട്ടുക തന്നെയാണ് CPM നിലപാടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത് CPIക്കുള്ള മറുപടി കൂടിയാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സർക്കാരിനെതിരെ നേരത്തെ സ്വീകരിച്ചിരുന്ന വിരുദ്ധ നിലപാടിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോയിട്ടുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിലാണ് NSS സർക്കാരുമായി ഉടക്കിനിന്നത്. ഇപ്പോൾ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ തന്നെ പുറകോട്ട് പോയ സാഹചര്യത്തിൽ എന്തിന് ഉടക്കിന് പോകണമെന്ന നിലപാടിലാണ് സുകുമാരൻ നായർ. ഇത് അദ്ദേഹം ലോക അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒപ്പം നിർത്തി പരമാവധി ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാമെന്ന പ്രതീക്ഷയിലാണ് CPM.